രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാം ബലാത്സംഗ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഷിജോ കുര്യൻ പത്തനംതിട്ട. ഷിജോ പറയൂ. സോയിലെ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇക്കഴിഞ്ഞ ജനുവരി മാസം 11-ാം തീയതിയാണ് പാലക്കാടിലെ മുൻ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ SIT അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ജനുവരി 11-ന് അറസ്റ്റ് ചെയ്യുന്നു. അതിന് പിന്നാലെ ജനുവരി 28 വരെ രാഹുൽ ജയിലിലായിരുന്നു. 28-നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഇന്ന് രാവിലെയോടുകൂടിയാണ് SIT സംഘം തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. തിരുവല്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയെ പെൺകുട്ടിയെ പീഡിപ്പിച്ച സ്ഥലത്തടക്കം പോയി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് സാഹചര്യ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ തെളിവുകളും വളരെ വിശദമായിട്ട് ശേഖരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ SIT സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യം കിട്ടുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണം അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് SIT സംഘം മുന്നോട്ട് പോവുക. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.